ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് ഞാൻ അലൻ ജോസ് പെരേരനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ അലൻ ജോസ് പെരേരനെ പറ്റിയിട്ട് കഴിഞ്ഞ ദിവസം രജിത് കുമാർ ഒരു ഡയലോഗ് പറയുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ് ആയതുകൊണ്ട് അതെ, അപ്പോൾ അതിനെപ്പറ്റി പറയാം. ഞാൻ ഒരു മെയിൻ ക്യാരക്ടറല്ല, ഞാൻ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പ്രതികരിക്കും. അപ്പോൾ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിലാണ് ആ സിറ്റുവേഷൻ വരുന്നത്. നമുക്ക് അടച്ചുപൂട്ടിയൊരു കെട്ടിടത്തിൽ താമസിക്കുന്നത് ഗതികേടല്ല. ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് ആൾക്കാർക്ക്, സോഷ്യൽ മീഡിയയിലെ ആൾക്കാർക്ക് ബിഗ് ബോസ് ആണ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ ഡെഫിനറ്റ്ലി പോകും. അല്ലാണ്ട് അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ പോകുന്ന എന്താ പറയുക, പ്രതി പിടിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് വിളിച്ചാൽ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ബഹള ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കാം എന്നായിരിക്കും. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് ബിഗ് ബോസിലേക്ക് പഴംപിഴിഞ്ഞി ക്യാരക്ടർ അല്ല വേണ്ടത്, അത്യാവശ്യം പുള്ളി പറഞ്ഞ പോലെ ഒരു മെയിൻ ക്യാരക്ടർ അല്ല, അത്യാവശ്യം ഒച്ചപ്പാടൊക്കെ എടുക്കാനുള്ള ചില വേണ്ടെന്ന് തെറി പറയാനൊക്കെ പറ്റും. തെറിയല്ല, ഒച്ചപ്പാടില്ലാതെ വാക്കുകളൊക്കെ പറയാൻ പറ്റും, ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കാൻ പറ്റും. കൂടെ കൂട്ടുകാരനെ നിർത്തിയിട്ട് അഭിലാഷാണ് അതിന് എന്തുകൊണ്ട് യോഗ്യനെന്ന് പറഞ്ഞപ്പോൾ ദർശനം തോന്നി. അഭിലാഷ് യോഗ്യനെന്ന് പറഞ്ഞാൽ കൂടെ ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ലാലേട്ടനൊപ്പം അണ്ണിപ്പെരുമ്പ നടക്കും. അണ്ണിപ്പെരുമ്പ അവർ പ്രൊഡ്യൂസറായി നിൽക്കും. പക്ഷേ ലാലേട്ടനല്ല അഭിനയിക്കുന്നു, മെയിനായിട്ട് നായകൻ. എക്സാമ്പിളാണ് കേട്ടോ, അദ്ദേഹം അഭിനയിക്കുന്നുണ്ട്. അണ്ണിപ്പെരുമ്പ നല്ല ആക്ടറാണ്. പക്ഷേ മെയിനായിട്ട് ലാലേട്ടനാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ നമ്മളാണ് മെയിനായിട്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ട്രെൻഡിങ്ങാൻ നിൽക്കുന്നത്. അതിൽ വലിയ സാമർഥ്യമുണ്ടെന്നല്ല പറഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട്. അഭിലാഷ് എന്ന് പറഞ്ഞ വ്യക്തി നമ്മുടെ ഒപ്പം വീഡിയോ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ഓക്കെയാണ്. പുള്ളി മിമിക്രിക്കാരനാണ്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. കാരണം പുള്ളി ക്യാരക്ടറായി പോകും. കാരണം നമ്മൾ സന്തോഷിപ്പിക്കുകയാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ബിഗ് ബോസിലേക്ക് പോകേണ്ടത്. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്തായാലും ഇപ്പൊ പെരേരയാവാൻ അഭിലാഷിന് കഴിയില്ല, സന്തോഷ് വർക്കി ആവാൻ പെരേരയ്ക്കും കഴിയില്ല. അപ്പൊ അഭിലാഷിന് അഭിലാഷിൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടർ. അപ്പൊ എന്തൊക്കെ ശ്രമിച്ചാലും പെരേരയാവാൻ ഒരിക്കലും അഭിലാഷിനെ കുറെ എന്താ പറയാ, അഭിലാഷിന്റെ ശൈലികൾ അനൂപ് ബ്ലോക്സിലൊക്കെ ചെയ്യുന്നുണ്ട്. കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത് പെരേരയുടെ ക്യാരക്ടർ ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെരേരയുടെ അഭിപ്രായം? അത് 100% ശരിവെക്കണ്ടാണല്ലോ. കാരണം നമ്മൾ ആർക്കാർക്കും ദോഷം വെക്കുന്നില്ലല്ലോ. നമ്മൾ നമ്മളായിട്ടുള്ള വഴികളുടെ സൈലന്റ് ആയിട്ട് അങ്ങ് പോകും, സൈലന്റ് ആയിട്ട് സഞ്ചരിക്കുന്നു. പിന്നെ ഇനിയിപ്പോ കുറച്ച് ഒച്ചമ്പകളൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ? പൊട്ടിത്തെറിക്കേണ്ട സ്ഥലത്ത് തെറിക്കാറുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മറ്റേ നമ്മൾ തൊപ്പുംപടി എന്ന് പറഞ്ഞ സ്ഥലത്ത് യാത്ര ചെയ്തപ്പോൾ ഒരു കോളേജ് പിള്ളേർ, സ്കൂൾ പിള്ളേർ നമ്മളെ കാണുമ്പോൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ മുഖത്ത് നോക്കി പച്ചക്ക് തെറി വിളിച്ചിരുന്നു. ഞാൻ അങ്ങോട്ട് തെറി വിളിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ചൂടാകേണ്ട സമയത്ത് ഞാൻ ചൂടാകാറുണ്ട്, ദേഷ്യപ്പെടാവുന്ന സമയത്ത് ദേഷ്യപ്പെടാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം സ്റ്റാർ മാജിക് താരം അനുമോള് പെരേരേനെ മൈൻഡ് ചെയ്യാണ്ട് പോയി എന്നൊരു മൈൻഡ് ചെയ്യാണ്ട് പോയതല്ല, അത് ശരിക്കും നല്ല രീതിയിൽ മൈൻഡ് ചെയ്തതായിരുന്നു. ആ ടൈം അതിനിടയ്ക്ക് ഒരു ഫൗൾ പ്ലേ നടത്തിയതാണ്. ഫൗൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പിന്നെയും പോയി സംസാരിക്കാൻ നോക്കുക, പിന്നെയും പോയി ശത്രുത ഉണ്ടാക്കുക. അത് പുള്ളി ഒരു ഷൂട്ടിൽ തിരക്കിലായിരുന്നു, അപ്പോൾ മൂഡ് ശരിയല്ലായിരുന്നു. അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ചെയ്തു. ഇനിയിപ്പോൾ സ്റ്റാർ മാജിക്ക് ചിലപ്പോൾ എന്നെ വിളിക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ നേരിട്ട് അനുമോളോട് മറ്റേ അന്ന് രണ്ടാമത് കണ്ടത് സോറി പറയുമായിരിക്കും. ആട്ടായത്തിൻ്റെ ഈ ഒരു കടന്നുകയറ്റം ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ പലപ്പോഴെങ്കിലും? ആട്ടായത്തിന്റെ കടന്നുകയറ്റം ചില സമയത്ത് നല്ലതായിട്ട് വരുന്നുണ്ട്, ചില സമയത്ത് ആട്ടായമാണ് ദോഷമല്ല, നല്ലതും വരുന്നുണ്ട്. അല്ല, നല്ലത് വരുന്നുണ്ട്. പറയട്ടെ, നല്ലതെന്ന് പറഞ്ഞാൽ ഇപ്പം മിന്നും താരം തന്നെ പ്രോഗ്രാം ആട്ടായത്തിന് കൂടെ പോയതാണ്. അപ്പോൾ ഞാനും ചെയ്തു. പിന്നെ എൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അമൃതയിൽ പുള്ളി പണ്ട് ചെയ്തതാണ്. പക്ഷേ പുള്ളി വീണ്ടും എൻ്റെ കൂടെ എനിക്ക് ഒരു ചാൻസ് വന്നപ്പോൾ പുള്ളിൻ്റെ ഒപ്പം വന്നിരുന്നു, ബ്രൈറ്റും വന്നിരുന്നു. അപ്പോൾ അമൃതയിൽ വന്നപ്പോൾ പുള്ളിക്ക് അറിഞ്ഞിരുന്നു. അമൃതയിൽ ഏതൊരു പ്രോഗ്രാമിൽ പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലവേഴ്സിൽ വന്നിരുന്നു പുള്ളി. അപ്പോൾ അങ്ങനത്തെ ഒരു ടാലൻ്റ് ആയിട്ടുള്ള വ്യക്തി നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പുള്ളിയുടെ ഒരു റീച്ച് എന്ന് പറഞ്ഞാൽ 2015-16 ആ ഒരു കാലഘട്ടം, ഒരു 18 ആ സമയം വരെ. അപ്പോൾ 19 കഴിഞ്ഞ് പിന്നെ പുള്ളിനെ പ്രോഗ്രാംസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ മിന്നും താരമൊക്കെ ചെയ്തു പുള്ളി. അത് കഴിഞ്ഞിട്ട് ഒരു മൂവികളിലൊക്കെ വന്നതാണ്. അപ്പോൾ നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഫെയിം വെച്ച് കുറേ പ്രോഗ്രാം നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളൊപ്പം വരുന്നുണ്ട്, പങ്കെടുക്കുന്നുമുണ്ട്. അപ്പോൾ പുള്ളിക്കുള്ള പ്രോഗ്രാംസ് ഞാനും ചെയ്യുന്നുണ്ട്. പക്ഷേ TV പ്രോഗ്രാംസിൽ കൂടുതൽ ഇപ്പോൾ അമൃത TV ഇപ്പോൾ എൻ്റെ മക്കൾ ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ ബാഡ് ബോയ്സ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ പോകുന്നു. പിന്നീട് ഇനി സൂര്യ TV ഇനി പ്രോഗ്രാം വരാം എന്ന് പറഞ്ഞായിരുന്നു. കാരണം സൂര്യയിലും ഇപ്പോൾ ഒരു കോമഡി പ്രോഗ്രാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ മഴവിൽ മനോരമയിൽ ഒരു ചിരിയിൽ ഏപ്രിലിൽ വിളിക്കും. പിന്നെ ഫ്ലവേഴ്സിൽ നമ്മുടെ
സ്റ്റാർ മാജിക് അങ്ങനെ ബുക്കിംഗ് ആണ്. ബുക്കിംഗ് അല്ല, പറഞ്ഞു വെച്ചിട്ടുണ്ട് വിളിക്കാന്ന്. അത് വിളിക്കേണ്ട ഒരു ഇഷ്ടം നമുക്ക് നമ്മുടേതായിട്ടുള്ള ഷോർട്ട് ഫിലിം സിനിമയായിട്ട് പോകുന്നു. അതിനിടയ്ക്ക് TV പ്രോഗ്രാം വിളിച്ചാൽ ചെയ്യും എന്ന് മാത്രമേ പറയാൻ പറ്റൂ.